മോദിയുടെ ഗ്യാരണ്ടി പച്ചക്കള്ളമാണെന്നും രാജ്യത്തെ ഗ്യാരണ്ടിയുടെ ശവപ്പറമ്പാക്കി മാറ്റുകയാണ് മോദി സർക്കാരെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അവഗണിച്ച് വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. മുംബൈയിൽ കൈരളി ന്യൂസിനോട് സംസാരിക്കവെയാണ് സമകാലിക രാഷ്ട്രീയത്തോട് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. മോദി നൽകുന്ന ഗ്യാരണ്ടികളെല്ലാം പച്ചക്കള്ളമാണെന്നും രാജ്യത്തെ ഗ്യാരണ്ടികളുടെ ശവപ്പറമ്പാക്കി മാറ്റുകയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം തുടങ്ങിയ ഏത് ജീവിത പ്രശ്നം എടുത്തു നിങ്ങൾ അവിടെ എല്ലാം പൊള്ളവാക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വെറും വാഗ്ദാനങ്ങൾ മാത്രം. എല്ലാ ഗ്യാരണ്ടിയും കള്ളമാണ്. അങ്ങനെ നോക്കിയാൽ ഗ്യാരണ്ടികളുടെ ശവപ്പറമ്പാണ് ഇന്ത്യ. വർഗീയ ധ്രുവീകരണം എന്ന ഫാസിസ്റ്റ് തന്ത്രമാണ് BJP പയറ്റുന്നത്. അവരുടെ സിമ്പിൾ അരിത്മെറ്റിക്സ് ആണ്. എല്ലാ ന്യൂനപക്ഷങ്ങളും അപ്പുറത്ത് പോയാലും എല്ലാ ഹിന്ദുക്കളെയും ഇപ്പുറത്ത് കിട്ടിയാൽ ജയിക്കാൻ പറ്റും എന്ന് BJP ചിന്തിക്കുന്നു. അതേസമയം BJPയുടെ ഹിന്ദുത്വവാദം വോട്ടിനു വേണ്ടി മാത്രമാണെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. പക്ഷേ BJPയുടെ ഹിന്ദു ആരാണ്? വാസ്തവത്തിൽ BJPയുടെ ഹിന്ദു ബ്രാഹ്മണ ക്ഷത്രിയർ മാത്രമാണ്. താഴെയുള്ള ആരെയും BJPയുടെ ഹിന്ദുത്വവാദം അംഗീകരിക്കുന്നില്ല, അറിയുന്നില്ല. വൈശ്യരെയും ശൂദ്രരെയും പോലും അംഗീകരിക്കാത്ത ഹിന്ദുത്വവാദമാണ് BJPയുടെ. അവർക്ക് വോട്ട് മാത്രം മതി. അതിനുവേണ്ടി സർവ്വഹിന്ദുവിനെയും പറയും. നിർബന്ധമായിട്ടും അവർ പുറത്താക്കിയത് ദളിതരെയാണ്, ആദിവാസികളെയാണ്, പിന്നോക്കക്കാരെയാണ്. അവർക്കൊന്നും ഇടം കൊടുക്കില്ല BJPയുടെ ഹിന്ദുത്വവാദം. രാജ്ഭവനെ ഗവർണർ കാവ്യവത്കരിക്കുകയാണെന്ന് വിമർശിച്ച ബിനോയ് വിശ്വം കേരള ഗവർണർ തെരുവിൽ നടത്തിയ ഷോകൾ രാഷ്ട്രീയ തലവേലകളാണെന്നും കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പ്രവർത്തകന്മാരിലെ നാലാം കിടക്കാർ പോലും ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം വഴിയിലേക്ക് ചാടി ഇറങ്ങും, എല്ലാവരെയും വെല്ലുവിളിക്കും, ഒട്ടകത്തിൽ നടക്കും, അലുവ കഴിക്കാൻ പോകും. ഇതൊക്കെ രാഷ്ട്രീയത്തിന് തറവേലകളാണ്. മുംബൈയിൽ കൈരളി ന്യൂസിനോട് സംസാരിക്കവെയാണ് സമകാലിക രാഷ്ട്രീയത്തോട് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. പ്രേംലാൽ, കൈരളി ന്യൂസ്, മുംബൈ.